ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പറവൂരിന്റെ മണ്ണിൽ ജനസാഗരം സൃഷ്ടിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഭരണ ചുമതലയേറ്റ ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തിയ മുഖ്യമന്ത്രിക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വീകരണമാണ് പൗരാവലി ഒരുക്കിയത്. ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര താരം മോഹൻലാൽ മുഖ്യാതിഥിയായി. പറവൂർ പൗരാവലിയുടെ പരമോന്നത പുരസ്കാരം സിനിമാ താരം മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. പറവൂർ സമൂഹം സ്കൂൾ മൈതാനിയിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി രാഷ്ട്രീയ ജാതി-മത ഭേദമന്യേയുള്ള വികസന കുതിപ്പിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി. വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായ എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിരിക്കും താനെന്ന് വ്യക്തമാക്കുകയും തന്റെ ഭരണത്തിൽ ജനങ്ങൾക്കൊരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്നും ഉറപ്പു നൽകി. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ജനകീയ സർക്കാരായിരിക്കും കേരളം ഭരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പത്രാസിന്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി മാത്രമുള്ളതായിരിക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന വൻ പദ്ധതികളും ഇതോടൊപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. ജനങ്ങളെ ദ്രോഹിക്കാതെയും നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ സർക്കാർ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലാദ്യമായി മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന സാമൂഹിക സുരക്ഷാ പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക മന്ത്രാലയം സ്ഥാപിക്കുന്നത്. വരാനിരിക്കുന്ന തലമുറകൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മുൻ MP KP ധനപാലൻ അധ്യക്ഷനായി. ചലച്ചിത്ര താരങ്ങളായ സലിംകുമാർ, ചന്തു സലിംകുമാർ, MP മാർ, MLA മാർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.